നമ്മൾ ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ് കാണുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. പേഴ്സണൽ മീൻസ് എംപ്ലോയി. ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുക. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഈ വർഷം വർക്ക് ചെയ്യാനായിട്ട് 50 പേരെ വേണം അല്ലെങ്കിൽ ഇത്ര പേരെ വേണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയാം. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തത് അഡ്വാൻസ് ആയി ഡിസൈഡ് ചെയ്യുന്ന എത്ര ജോലിക്കാരെയാണ് നമുക്ക് ഇവിടെ ആവശ്യം, ജോലിക്കായിട്ട് ആവശ്യമെന്ന് ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ബ്രൂയിസ്പി കോളം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ബെഞ്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡെയ്ലസ് ബെഞ്ച്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രൂയിസ്പി കോളം പറഞ്ഞത് പറയാം. Manpower planning is a process of determining manpower requirement and the means for meeting this requirement in order to carry out the integrated plan of the organization. Manpower planning എന്ന് പറയുന്നത് എത്ര മാൻ പവർ ആണ് ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അതേപോലെ തന്നെ അവരെ കണ്ടെത്തണം. അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആൾ എവിടെയാണുള്ളത് അവരെ കണ്ടെത്തണം. മീൻസ് ഫോർ മീറ്റിംഗ് ദീസ് റിക്വയർമെന്റ്സ് ഇൻ ഓർഡർ ടു ക്യാരി ഇറ്റ്. എന്തിനാണ് ഇവരെ കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ദ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ജോലിക്കാരെ, എംപ്ലോയീസിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ബ്രൂയിസ്പി കോളം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. അപ്പം നമുക്ക് ഇത് ഈ ഒരു ഡെഫിനിഷനിലൂടെ അല്ലെങ്കിൽ ഇതിലെ ഡെഫിനിഷൻസിലൂടെ പറഞ്ഞു വെക്കുന്നത് ഒരു ഓർഗനൈസേഷനിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പേഴ്സണെ ആവശ്യമാണ്. അപ്പോൾ ആ റൈറ്റ് പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അത് മുൻകൂട്ടി നമ്മൾ എത്ര പേരെ ആവശ്യമുണ്ടെന്ന് അറിയുകയും അതിനനുസരിച്ച് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുകയും അവർ സെലക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ എത്ര പേരെ ആവശ്യമുണ്ടെന്ന് മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. എന്തിനാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? എന്തിനാണ് മുൻകൂട്ടി ഒരു ഓർഗനൈസേഷനിൽ എത്ര പേര് വേണമെന്ന് അറിയുന്നത്? അപ്പോൾ അത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് പറഞ്ഞു വെക്കുന്നത്. ഫസ്റ്റ് വൺ എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ് ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടെ വിപുലീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യാനായിട്ട് പുതിയ ആൾക്കാരെ ആവശ്യമാണ്. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ്റെ എന്താണോ നമ്മുടെ തീരുമാനം, ഓർഗനൈസേഷൻ കുറച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണോ നമ്മുടെ ഡിസിഷൻസ് അതിനനുസരിച്ച് അവിടെ എംപ്ലോയീസിനെ പുതിയതായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ HR പ്ലാനിങ് നടത്തണം. ദെൻ റിട്ടയർമെൻറ്റ് വേക്കൻസി. ഓർഗനൈസേഷനിൽ നിലവിലുള്ള ആൾക്കാർ ചിലപ്പോൾ റിട്ടയർ ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഈ വർഷം 2 റിട്ടയർമെൻറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ 4 പേര് റിട്ടയർ ചെയ്യുന്നൊക്കെ. അപ്പോൾ അതിലേക്ക് ആളെ കണ്ടെത്തണം. അപ്പോൾ അതിന് അവിടെയും HR പ്ലാനിങ് ആവശ്യമാണ്. ദെൻ റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ചിലപ്പോൾ ചില ജോലിക്കാർക്ക് അവിടുത്തെ ആ സിറ്റുവേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സാലറി അത് പോരായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരവിടെ നിന്ന് പിരിഞ്ഞു പോകും. അതിനെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ആൾക്കാർ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവിടേക്ക് പെട്ടെന്ന് തന്നെ പുതിയ ആൾക്കാരെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതാണ് HR പ്ലാനിങ് അവിടെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ദെൻ റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ പ്രൊഡക്ഷനിൽ ഓർഗനൈസേഷനിൽ ലേബർ ഒരു അതിനകത്ത് മെയിനായിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അതിനകത്ത് ലേബേഴ്സിനെ നമ്മൾ മുൻകൂട്ടി എത്ര പേരെ ആവശ്യമാണെന്നൊക്കെ കണ്ട് അതിനനുസരിച്ച് അവരെ കണ്ടെത്തുവാണെങ്കിൽ ലേബർ കോസ്റ്റ് നമുക്ക് ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്താതിരിക്കുക. നമുക്ക് HR പ്ലാനിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് എത്ര എംപ്ലോയീസിന് വേണമെന്ന് തയ്യാറാക്കി നമുക്ക് അതിനനുസരിച്ച് എംപ്ലോയീസിനെ നമ്മൾ ഓർഗനൈസേഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന് മുടക്കമൊന്നും വരുത്താതെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്. ആവശ്യത്തിന് ഇപ്പോൾ 50 പേര് ആണ് നമുക്ക് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട് ആവശ്യം. അതിന് 50 പേരും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടാവില്ല, എല്ലാവരും നന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അതേസമയം 50 പേരുടെ ജോലി 40 പേരെ കൊണ്ട് ചെയ്യിക്കുമ്പം എംപ്ലോയീസിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ HR പ്ലാനിങ്ങിലൂടെ കൃത്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടു ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ബ്ലഡ്. ഇപ്പോൾ HR പ്ലാനിങ്ങിലൂടെ നമ്മൾ കണ്ടെത്തി നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇത്ര എംപ്ലോയീസിന് ആവശ്യമാണെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പുറമേ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഓർഗനൈസേഷനിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഫ്രഷ് ബ്ലഡ്
വരും. അതായത് പുതിയതായിട്ടുള്ള ആൾക്കാർ വരുന്നതിനെയാണ് ഫ്രഷ് ബ്ലഡ് എന്ന് പറയുന്നത്. ദെൻ ടു ഡിറ്റർമിൻ ഷോർട്ടേജ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഇതിനകത്ത് ഓർഗനൈസേഷനിൽ എപ്പോഴും ആപ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് ആവശ്യം. എത്ര പേര്? 50 പേരാണ് ആവശ്യം, 50 പേരാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി 40 ഓർ ഇറ്റ് ഷുഡ് നോട്ട് ബി 60. ഷോർട്ടേജും വരാൻ പാടില്ല, സർപ്ലസും വരാൻ പാടില്ല. അപ്പോൾ ഷോർട്ടേജും സർപ്ലസും ഇല്ലാതെ കൃത്യമായിട്ടുള്ള എംപ്ലോയീസിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് HR പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഓൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ഓഫ് HR പ്ലാനിങ്. Then next we can see about objectives of HR planning. എന്തിനാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നത്? അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് ആക്യുറേറ്റ് അസസ്മെന്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ് ആണ്. കൃത്യമായിട്ട് എത്ര മാൻ പവറിനെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യമെന്ന് ആ ഒരു കൃത്യമായ കണക്ക് നമുക്ക് ഓർഗനൈസേഷൻ ലഭ്യമാക്കുന്നതിന് HR പ്ലാനിങ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ എത്ര പേര് വേണം എന്നതിന് കൃത്യമായ കണക്കെടുക്കുക, അസസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പം നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട് 25 പേര് വേണമെങ്കിൽ ആ 25 പേരെ അപ്പോയിന്റ് ചെയ്യുക, അവരെ കൊണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ജോലി ചെയ്യിക്കുക എന്നുള്ളതാണ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ആവശ്യത്തിനുള്ള എംപ്ലോയീസ് വേണം, അവരെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും വേണം. ദെൻ ഇൻവെന്ററിങ് ഓഫ് പേഴ്സണൽ. ഇൻവെന്ററിങ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ കുറിച്ചുള്ള ഡാറ്റാസ് കൃത്യമായിട്ട് റെക്കോർഡ്സിൽ സൂക്ഷിക്കുക. അപ്പോൾ അവരെന്താണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ്, അവർക്ക് ട്രെയിനിങ് ഉണ്ടോ, അങ്ങനെ അവരുടെ എല്ലാ ഇൻഫോർമേഷൻസും അവിടെ റെക്കോർഡിൽ സൂക്ഷിക്കുന്നതിനെയാണ് ഇൻവെന്ററിങ് ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് HR പ്ലാനിങ് റിക്രൂട്ട്മെന്റിനെ, സെലക്ഷനും ട്രെയിനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ നമുക്ക് അതിലൂടെയാണ്, അതായത് എത്ര പേരെ വേണമെന്ന് തീരുമാനിച്ചാലാണ് ബാക്കി റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് ഒക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ HR പ്ലാനിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ പ്ലാനിങ് അനുസരിച്ച് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ടു അവോയ്ഡ് ഇൻട്രപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിൽ, അതായത് പ്രൊഡക്ഷൻ തടസ്സപ്പെടുത്താതിരിക്കുക. ജോലിക്കാരില്ലെങ്കിൽ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല, നിന്ന് പോകും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ പ്ലാൻ ചെയ്ത് എത്ര പേരെ വേണമെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ തടസ്സപ്പെടുത്താതെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ടു അസസ് ദ സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പം നമുക്കവിടെ എന്താ പറയുക, കുറവും പാടില്ല, കൂടുതലും ഹ്യൂമൻ റിസോഴ്സിനെ ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സിനെയാണ് ആവശ്യം. അപ്പോൾ അത് കൃത്യമായിട്ട് എത്ര പേരാണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ HR പ്ലാനിങ്ങിലൂടെ സാധിക്കും. ടു മീറ്റ് ദ നീഡ് ഓഫ് എക്സ്പാൻഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സിനെ കണ്ടെത്താനും HR പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഓൾ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് HR പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദ ടൈപ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്. ഏതൊക്കെ രീതിയിലുള്ള മാൻ പവർ പ്ലാനിങ് ആണുള്ളതെന്നാണ് അടുത്ത് പറഞ്ഞു വെക്കുക. 2 രീതിയിലുള്ള മാൻ പവർ പ്ലാനിങ് ആണുള്ളത്. ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്ങും അതേപോലെ തന്നെ ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങും. ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും 2 സ്റ്റാഫ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ സ്റ്റാഫിൻ്റെ ജോലി എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, അതാണ് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പം നമുക്ക് 2 എംപ്ലോയീസ് ടെർമിനേറ്റ് ചെയ്തു പോയി, നമ്മുടെ ഓർഗനൈസേഷൻ വിട്ടുപോയി. അപ്പോൾ അവരുടെ ആ ഒരു ജോലി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റ് എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുന്ന സിറ്റുവേഷനാണ് ഷോർട്ട് ടൈം മാൻ പവർ പ്ലാനിങ്. അപ്പോൾ അവിടെ ഉള്ള ജോലിക്കാരെ വെച്ചുകൊണ്ടാണ് അവിടുത്തെ ജോലിയെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പുറമേ ആളെ എടുക്കില്ല. ഒരു 6 months അല്ലെങ്കിൽ ഒരു 3 months, അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിലേക്ക് പുതിയ ആളെ എടുക്കാതെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ വെച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് ഷോർട്ട് ടൈം മാൻ പവർ പ്ലാനിങ് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള എംപ്ലോയീസിനെ വെച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അതേസമയം ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് കൂടുതൽ സമയത്തേക്കാണ്, 15 years വരെയൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ആണ് ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് നമ്മൾ എത്ര പേരെ വേണമെന്ന് കൃത്യമായ കണക്കുകൾ എടുത്ത് അതിനനുസരിച്ച് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ഒക്കെ നടത്തി ആൾക്കാരെ എടുക്കുക. അതാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. അപ്പോൾ ലോങ് ടേം മാൻ പവർ പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് എലമെന്റ്സ് അതിനകത്ത് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് ആണ്. ആദ്യം നമ്മൾ അറിയേണ്ടത് ലോങ് ടേമിലേക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര ആൾക്കാരെയാണ് ആവശ്യമെന്ന് നമ്മൾ മുൻകൂട്ടി അറിയണം. എത്ര പേരെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് അറിയണം. അപ്പം അങ്ങനെ അറിയണമെങ്കിൽ മുൻകൂട്ടി എത്ര പേരാണ് ഓർഗനൈസേഷനിലേക്ക് അടുത്ത 10 വർഷത്തേക്ക് ആവശ്യമെന്ന് മുൻകൂട്ടി തീരുമാനിക്കണമെങ്കിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് റിട്ടയർമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, എത്ര പേർ റിട്ടയർ ആവും, എത്ര പേരാണ് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകാനുള്ള ചാൻസ്, പിന്നെ
ചിലപ്പോൾ കണക്കെടുക്കുമ്പോൾ നമ്മൾ 1-2 ഒക്കെ ഡെത്ത് സംഭവിക്കാം എന്നുള്ളൊരു കണക്കും കൂടി എടുക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ റിസൈൻ ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെ ഓർഗനൈസേഷൻ ലീവ് ചെയ്യാനുള്ള ചാൻസ് ഇത്ര പേരൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു 10 വർഷത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂണിറ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എത്ര പേരെ വേണം ഒരു 10 ഇയേഴ്സിലേക്ക് എന്നുള്ള കണക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ, പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെന്റ്. സെക്കൻഡ് വൺ പറയുന്നത് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദ ഓർഗനൈസേഷൻ. ഈ 10 വർഷത്തിനുള്ളിൽ എത്ര പേരെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ അറിയണം ഇപ്പം എത്ര പേര് ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എത്രയാണ് എന്നറിയുന്നതിനാണ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം പ്രസന്റ്ലി എത്ര പേര് നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണ് 10 വർഷത്തേക്ക് 150 പേരെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം 50 പേരുണ്ടെങ്കിൽ അടുത്ത 100 പേരുമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ കണക്കെടുക്കും. ദെൻ അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അടുത്തത് നമ്മൾ ഇത്ര പേരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യാം. ദെൻ മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. പിന്നെ ആ എടുത്ത ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ട്രെയിനിങ്ങിലൂടെയൊക്കെ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ് പറഞ്ഞിരിക്കുന്നത്. സോ ഓൾ ദീസ് ആർ ദ ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിലെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദെൻ അടുത്ത പറഞ്ഞു വെക്കുന്നത് പ്രീ റിക്വിസിറ്റ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ് ആണ്. മാൻ പവർ പ്ലാനിങ്ങിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൽ വേറെ പോയിന്റ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കാം നമുക്ക്. ഈ ടെക്സ്റ്റ് പ്രകാരമാണ് ഞാൻ പറയുന്നത്. പ്രീ റിക്വിസിറ്റ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്ങിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. മാൻ പവർ പ്ലാനിങ് കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഭാവിയിൽ ഏതെങ്കിലും എന്താ പറയുക പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വേണ്ടാന്ന് വെക്കാനായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടോ, അങ്ങനെ എക്സ്പാൻഷൻ, ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാൻ പവർ പ്ലാനിങ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ അറിയണം. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ അറിയണം പ്ലാനിങ്ങിന് മുമ്പ്. ദെൻ ഓർഗനൈസേഷൻ്റെ എക്കണോമിക് കണ്ടീഷൻ. എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നമ്മുടെ ബിസിനസ് ബെറ്റർ ആണോ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണോ അല്ലയോ എന്നൊക്കെ അറിയണം. ഫിനാൻഷ്യലി സൗണ്ട് അല്ല എങ്കിൽ അതിനനുസരിച്ച് പുതിയ ആൾക്കാരെ ഉടനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതൊന്നും ഓർഗനൈസേഷന് നടത്താൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇക്കണോമിക് കണ്ടീഷൻ, നമ്മളുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ, റോ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടോ, അപ്പോൾ അതിനാവശ്യമായുള്ള സാമ്പത്തികം നമുക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എക്കണോമിക് കണ്ടീഷൻ അറിയണം. ദെൻ എക്സ്പാൻഷൻ പ്രോഗ്രാം. അപ്പം നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷനെ പറഞ്ഞു എന്താണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എക്സ്പാൻഷൻ പ്രോഗ്രാം ആയിരിക്കാം, അതായത് ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് എക്സ്പാൻഷനാണ്, എങ്ങനത്തെ ആൾക്കാരെയാണ് അതിനകത്തേക്ക് എടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുക. ദെൻ ലേബർ ടേൺ ഓവർ റേറ്റ്. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ആൾക്കാർ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ, പിരിഞ്ഞു പോകുന്നുണ്ട്, അവിടെ നിൽക്കുന്നില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാനിങ് ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അതേസമയം വളരെ കുറഞ്ഞ ലേബർ ടേൺ ഓവർ റേറ്റേ ഉള്ളതെങ്കിൽ നമുക്ക് ആദ്യം കൃത്യമായിട്ട് ഇത്ര പേരെയാണ് എടുക്കേണ്ടതെന്നുള്ള കണക്കുകൾ അനുസരിച്ച് നമുക്ക് ആളെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ റെസിഗ്നേഷൻ, റിട്ടയർമെൻറ്റ്, ചിലർ റിസൈൻ ചെയ്ത് പോകാം, ചിലർക്ക് ഏജ് ആകുമ്പോൾ റിട്ടയർമെൻറ്റ് വരും. അപ്പോൾ അങ്ങനെ റിട്ടയർമെൻ്റൊക്കെ എത്ര പേര് വരും എന്നൊക്കെ കണക്ക് നോക്കിയിട്ട് അതിന് ശേഷമാണ് മാൻ പവർ പ്ലാനിങ് കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ എക്സിസ്റ്റിംഗ് മാൻ പവർ, ഇപ്പോൾ എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. എന്നിട്ട് വേണം ഫ്യൂച്ചറിലേക്ക് എത്ര പേരെ എടുക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. ദെൻ ഫിക്സേഷൻ ഓഫ് പ്ലാനിങ് പീരീഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 രീതിയിലുള്ള പ്ലാനിങ് ആണുള്ളത്, ഷോർട്ട് ടൈം പ്ലാനിങ്ങും ലോങ് ടേം പ്ലാനിങ്ങും. അപ്പോൾ അതിനകത്ത് ഏത് പ്ലാനിങ് പീരീഡാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടൈമിലേക്കുള്ള പ്ലാനാണോ ലോങ് ടൈമിലേക്കാണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ദെൻ മാൻ പവർ സ്റ്റാൻഡേർഡ്സ്. ഇനി നമ്മൾ പറഞ്ഞു സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആൾക്കാർ ഓർഗനൈസേഷനിൽ വേണം. ഓവർ സ്റ്റാഫിങ്ങും പറ്റില്ല, അണ്ടർ സ്റ്റാഫിങ്ങും പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് മാൻ പവറിന് വേണം സെലക്ട് ചെയ്യാനാണ്. അത് എത്രയാണെന്ന് തീരുമാനിക്കണം. അപ്പം മാൻ പവർ പ്ലാനിങ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് പ്രീ റിക്വിസിറ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്ന പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി ആണ്. പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി ഇത് പല പ്രാവശ്യം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത പോയിന്റ് ആണ്.
ഇൻവെന്ററി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് മാൻ പവേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ കുറിച്ചുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞാലാണ് ഇനി എത്ര പേരെ എടുക്കണമെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെന്ററി. നമുക്ക് എത്ര പേരുണ്ട്, അവരെന്തൊക്കെ കഴിവുള്ളവരാണ്, അവരെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ തയ്യാറാക്കുക. ദെൻ അടുത്തത് പറയുന്നത് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്. ഇനി എത്ര പേരെ കൂടെ ആവശ്യമുണ്ട് എന്നുള്ളത് തയ്യാറാക്കുക. അതാണ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ 50 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 75 പേരെയാണ് മൊത്തത്തിൽ ആവശ്യം. അങ്ങനെയാണ് 25 പേരെയും കൂടെ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ അത് ഇനി എത്ര പേരെ വേണം, നമ്മുടെ പ്രൊഡക്ഷൻ്റെയും സെയിൽസിൻ്റെയും ഓരോരോ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇനി എത്ര പേരെയാണ് നമുക്ക് ആവശ്യമെന്ന് തീരുമാനിക്കും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു മാൻ പവർ ചാർട്ട് ഉണ്ടായിരിക്കണം. ആ ചാർട്ടിൽ ഓരോ ഡേറ്റിലും അപ്പോയിൻറ്റ് ചെയ്തവരെ, അവരുടെ എത്ര വർഷം അവർ വർക്ക് ചെയ്തു, അവർക്ക് എപ്പോഴാണ് റിട്ടയർമെൻറ്റ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചാർട്ട് ഉണ്ടാവണം. അപ്പോൾ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡേറ്റ് എഴുതി അയാളുടെ ഏജ് അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിയുമ്പോഴാണ് അയാൾ റിട്ടയർ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ ചാർട്ട് നോക്കി നമുക്ക് അറിയാൻ പറ്റും, ഇന്ന വർഷം ആകുമ്പോൾ ഇത്ര പേര് റിട്ടയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചാർട്ട് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അടുത്ത എത്ര പേരെയാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള പ്ലാൻ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര പേരുണ്ടെന്നുള്ള കണക്കെടുത്തു. രണ്ടാമത് എത്ര പേരെയാണ് മൊത്തം ആവശ്യം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. ഇനി നമ്മുടെ ഓർഗനൈസേഷനിൽ ആരൊക്കെ റിട്ടയർ ചെയ്യും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ചാർട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ ഇനി പുതിയതായിട്ട് എത്ര പേരെ എടുക്കണം എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ അത്രയും ആൾക്കാർ നമ്മൾ എത്ര പേരെ വേണമെന്ന് കണക്ക് തീരുമാനമായി കഴിഞ്ഞാൽ അവരെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, പ്ലേസ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ കൊടുക്കുക, പ്രൊമോഷൻ കൊടുക്കുക. ഓൾ ദീസ് ആർ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. ദെൻ നെക്സ്റ്റ് സേസ് അബൌട്ട് ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻആക്യുറസി ആണ് പറയുന്നത്. നമ്മൾ പറയാണ് 80 പേരെയാണ് ഓർഗനൈസേഷനിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്യും, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് കണക്കെടുത്താൽ ചിലപ്പോൾ അത് ആക്യുറേറ്റ് ആവണമെന്നില്ല, അതിനകത്ത് മിസ്റ്റേക്സ് വരാം. സോ ഇൻആക്യുറസി അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസ്. ഇവരുടെയൊക്കെ റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കണക്കൊക്കെ എടുക്കുമ്പം എംപ്ലോയീസ് ചിലപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യും. കാരണം അവർ വിചാരിക്കും നമ്മളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാനാണ് ഇവരിങ്ങനെ കണക്കെടുക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അവരതിനെ എന്താ പറയുക റെസിസ്റ്റ് എതിർക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് അത്ര എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒന്നല്ല. ഇതിനകത്ത് കൺസ്ട്രെയിൻസ് ഉണ്ട്, പല പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ട്. കാരണം ചിലപ്പോൾ ചില ആൾക്കാർ ആബ്സെൻ്റ് ആവാം, ചിലർ ടേൺ ഓവറായി പോവാം. ഇതിൻ്റെ ഒന്നും കൃത്യമായ കണക്ക് ഇന്ന ആൾ ഇന്ന ദിവസം വരില്ല, അല്ലെങ്കിൽ ഇന്ന ആൾ പിരിഞ്ഞു പോകുന്നൊക്കെ നമുക്ക് മുൻകൂട്ടി പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഇതിനകത്തുണ്ട്. ദെൻ ഇൻഎഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പം നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, ഒരു ഓർഗനൈസേഷൻ ഇന്ന ജോലി ചെയ്യാൻ എത്ര പേരെ വേണം എന്നൊക്കെയുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നത് കറക്റ്റ് ആവണമെന്ന് ഇല്ല. അപ്പം നമ്മൾ ഓരോ ജോലിയെക്കുറിച്ചും പഠിച്ച് ജോബ് അനാലിസിസ് ഒക്കെ നടത്തി ഇന്ന ജോലി ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര പേര് വേണം ചെയ്യാമെന്നൊക്കെ നമ്മൾ കണക്കൊക്കെ എടുത്തു. പക്ഷെ അതൊന്നും കറക്റ്റ് ആവണം എന്നില്ല. ദെൻ നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സ്. അപ്പം ഇങ്ങനെ കണക്കെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്ര എംപ്ലോയീസിനാണ് വേണമെന്നൊക്കെ തീരുമാനിക്കേണ്ട ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. അവരതിനകത്ത് ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഫ്ലോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഇൻവോൾവ് ആവാത്തതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പിന്നെ ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ കണക്കെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ ഓൾ ദീസ് ആർ ദ ലിമിറ്റേഷൻസ്. ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഇത് റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അടുത്ത് പറയുന്നത്, ജോബ് ഇവാലുവേഷൻ. അപ്പോൾ ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ജോബ് എത്രമാത്രം വർത്ത്ഫുൾ ആണെന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയും. ഇപ്പോൾ ജോബ് ഇവാലുവേഷനിൽ നമ്മൾ വർത്ത്നെസ് ഓഫ് എ ജോബാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ ജോബിൻ്റെ വർത്ത്നെസ് എത്രമാത്രമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയും. എന്തിനാണ് ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ ഓർഡർ ടു ഫിക്സ് ദ വേജ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ഒരു ജോബിൻ്റെ സാലറി അല്ലെങ്കിൽ വേജ് ഫിക്സ് ചെയ്യുന്നതിനാണ് ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർത്ത്നെസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രമാത്രം പ്രാധാന്യം ജോബിനുണ്ട്, അതിനനുസരിച്ച് ആ പ്രാധാന്യത്തിനനുസരിച്ചാണ് നമുക്കതിനകത്ത് ഇത്രയാണ് അതിന് കൊടുക്കേണ്ട പേയ്മെൻറ്റ് എന്ന് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ വർത്ത്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്.
സർട്ടൻ ഡെഫിനിഷൻസ്, പല ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എഡ്വിൻ ബി ഫ്ലിപ്പേർഡ് ഡെഫിനിഷൻ പറയാം. ജോബ് ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി പ്രോസസ് ഓഫ് മെഷറിംഗ് ദ വർത്ത് ഓഫ് ജോബ് ഇൻ റിലേഷൻ ടു അതർ ജോബ്. ഒരു ജോബ് എത്രമാത്രം വർത്ത്ഫുൾ ആണെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഡർലി നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയാം. അത് ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ മറ്റു ജോബുകളായിട്ട് ബന്ധപ്പെടുത്തി ഒരു ജോബ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മെഷർ ചെയ്യുന്നതിനാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയാം. പിന്നെ ഡെയിൽ ഓർഡർ ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. ജോബ് ഇവാലുവേഷനൊക്കെ എക്സാമിന് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ജോബ് ഇവാലുവേഷനൊക്കെ. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് ഇവാലുവേഷനിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് വേജ് പോളിസി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അതായത് നമ്മൾ പറഞ്ഞു വർത്ത്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വേജ് ഫിക്സ് ചെയ്യാനാണ്. അപ്പോൾ കൃത്യമായൊരു വേജ് പോളിസി തയ്യാറാക്കാൻ ജോബ് ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വേജ് റേറ്റ് ഫിക്സ് ചെയ്യാൻ, ഒരു ജോബിന് ഇന്ന ജോലിക്ക് ഇത്ര വേജ് എന്ന് കൃത്യമായി ഫിക്സ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേജുമായിട്ട് ബന്ധപ്പെട്ട പല കോൺട്രവേഴ്സീസും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പല പ്രശ്നങ്ങളും ഒരു ഓർഗനൈസേഷനിൽ മിക്കവാറും പ്രശ്നങ്ങൾ ശമ്പളം സംബന്ധിച്ചാണ്, കുറഞ്ഞു പോയി കൂടിപ്പോയി എന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ജോബ് ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ചോദിക്കാവുന്ന ആളോട് പറയാം ഈ ജോബ് ഇത്രമാത്രമാണ് വർത്ത്ഫുൾ, അല്ലെങ്കിൽ ഇന്ന ജോബ് ഇത്രമാത്രം വರ್ತേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കുറവ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. ദെൻ ടു സിംപ്ലിഫൈ ദ നെഗോഷിയേഷൻ ബിറ്റ്വീൻ ലേബർ. അപ്പോൾ ലേബർ യൂണിയനായിട്ട് പല പ്രശ്നങ്ങളാണ് വേജ് സംബന്ധിച്ച് വരിക. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും, ഇന്ന രീതിയിലാണ് ഇതിൻ്റെ വേജ് ഫിക്സ് ചെയ്തത്. ദെൻ വേജ് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫേമും വേറൊരു ഫേമും ഒരു ജോലിക്ക് കൊടുക്കുന്ന വേജസ് എത്രയാണെന്ന് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് എയിംസ് ടു ഫിക്സ് വേജ് റേറ്റ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. അപ്പോൾ എല്ലാ ലെവലിലും, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ലെവലിലും ഉള്ള വേജസ് അതിൻ്റെ എത്രയാണെന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനും അതിനനുസരിച്ച് അവർ വേജസ് അവരോട് പറയാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോണസ്, ഇൻസെൻറ്റീവ്സ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് സെയിം വേജ് ഫിക്സ് ചെയ്യാനായിട്ട് ജോബ് ഇവാലുവേഷൻ. അപ്പോൾ വർത്ത്നെസ് നോക്കി നമുക്ക് അറിയാൻ പറ്റും ഓരോ ജോബും ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേജ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിനനുസരിച്ച് വേജ് ഫിക്സ് ചെയ്യുമ്പം ഡിസ്ക്രിമിനേഷൻ പറ്റില്ല. ഏജ്, സെക്സ്, കാസ്റ്റ്, റിലീജിയൻ, റീജിയൻ എന്നൊന്നും പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പലർക്കും പല വേജസ് കൊടുക്കാൻ പറ്റില്ല. ഒരു ജോലി ചെയ്യുന്നവർ ആരാണേലും അവർക്ക് ഒരേ വേജസ് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അടുത്ത പ്രൊസീജിയർ ഓർ ടെക്നിക് ഓഫ് ജോബ് ഇവാലുവേഷൻ. എങ്ങനെയാണ് ഈ ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നാണ് പറയുന്നത്. പ്രൊസീജിയർ ഓർ ടെക്നിക്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ഫസ്റ്റ് വൺ പറയുന്നത് ഒരു ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് അവിടുത്തെ എല്ലാവരും അംഗീകരിക്കണം. ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാമെന്നുള്ളത് ആരൊക്കെ അംഗീകരിക്കണം എന്ന് ചോദിച്ചാൽ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻ, ഇവരെല്ലാവരും അംഗീകരിച്ചിട്ടാണ് അവിടെ ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യും. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ ആരെങ്കിലും അല്ല ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക. ഒരു ജോബ് എത്രമാത്രം വർത്ത്ഫുൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആരെങ്കിലും അല്ല, അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ആ കമ്മിറ്റിയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി. അപ്പോൾ ആ കമ്മിറ്റി അതിനകത്ത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാകും. പിന്നെ എക്സ്പേർട്ട് പേഴ്സൺസും കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. ദെൻ സെലക്ഷൻ ഓഫ് ജോബ് ഫോർ ഇവാലുവേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് ജോബാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ ജോബ് സെലക്ട് ചെയ്യാം. അതേപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മളൊക്കെ അറിയാം. ജോബ് പിന്നെ അനാലിസിസും ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ആ ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. അതെടുത്ത് എന്തൊക്കെയാണ് ഈ ജോബിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കും. ദെൻ ജോബ് ഗ്രേഡിങ്. അപ്പോൾ ആ ജോബിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏത് ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഏത് ഗ്രേഡിൽ വരുന്ന ജോബാണ് അതിനനുസരിച്ച് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെലക്ഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സ്. അപ്പോൾ ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെയാണ്. ആ മെത്തേഡ്സ് നമുക്കറിയാം. റാങ്കിങ് മെത്തേഡ്, അങ്ങനെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് എങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് വേണം ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അതിൻ്റെ വർത്ത്നെസ് കണ്ടെത്താനായിട്ട്. ദെൻ കൺസിഡറേഷൻ ഓഫ് ജോബ് ഫാക്ടേഴ്സ്. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഈ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കില്ല്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ജോബ് എത്രമാത്രം വർത്ത്ഫുൾ ആണെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്
ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുക, കൺസിഡറേഷൻ ഓഫ് ജോബ് ഫാക്ടേഴ്സ്. ദെൻ ജോബ് പ്രൈസ്. ഇപ്പോൾ ഒരു ജോലി ചെയ്യാനായിട്ട് 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം, നല്ല സ്കില്ല് വേണം, അങ്ങനെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് നോളജ് വേണം, മാസ്റ്റർ ഡിഗ്രി വേണം, അങ്ങനെയൊക്കെ ഉള്ളതാണ് അതിനകത്ത് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഹൈലി വർത്ത്ഫുൾ ആയിട്ടുള്ളൊരു ജോബായിരിക്കും. അപ്പോൾ അതിന് ഹൈ സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പ്രൈസിങ്, ജോബ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഫിക്സ് ചെയ്യുന്ന വേജ് അല്ലെങ്കിൽ സാലറിയാണ് ജോബ് പ്രൈസിങ് എന്ന് പറയും. ദെൻ റിവ്യൂ. ഇപ്പം നമ്മളൊരു ജോബിന് വർത്ത്നെസ് കണ്ടെത്തി അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് റിവ്യൂ ചെയ്ത് നോക്കണം, ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് റിവ്യൂ ചെയ്യാം. സോ ഓൾ ദീസ് ആർ ദ പ്രൊസീജിയർ ഓഫ് ജോബ് ഇവാലുവേഷൻ. ഇങ്ങനെയാണ് ഒരു ജോബിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ വർത്ത്നെസ് കണ്ടെത്തേണ്ടത്. Then next we can see about methods of job evaluation. Job evaluation methods ആണ് പറയുന്നത്. മെയിൻലി 2 മെത്തേഡ്സ് ആണ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും. അപ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ആണ്, 2 മെത്തേഡ്സ് ആണുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ആദ്യത്തെ ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ ഫസ്റ്റ് വൺ റാങ്കിങ് മെത്തേഡും അതേപോലെ തന്നെ ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡാണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ റാങ്കിങ് മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ പോയിന്റ് മെത്തേഡും ഫാക്ടർ കമ്പാരിസൺ മെത്തേഡും. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ റാങ്കിങ് മെത്തേഡിൽ റാങ്ക് കൊടുക്കുക, അതായത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നതാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, അതേപോലെ തന്നെ ഓൾഡ് ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്കറിയാം ഒരു ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് റാങ്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന റാങ്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക്, ഏറ്റവും നന്നായി ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് കൊടുക്കുന്നത്, അതിനെയാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ ഒരു ജോബിൽ ഏറ്റവും എന്താ പറയുക പെർഫോം ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ ഫസ്റ്റ് ഇതാണ് ഏറ്റവും വർത്ത്ഫുൾ ഉള്ള ജോബ് എന്ന് മനസ്സിലാക്കിയാൽ അതിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നു. അതാണ് റാങ്കിങ് മെത്തേഡിൽ പറഞ്ഞു വെക്കുക. അപ്പോൾ ഈ റാങ്കിങ് മെത്തേഡ് നല്ല റാങ്ക് അസൈൻ ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ഏറ്റവും വർത്ത്ഫുൾ ആയിട്ടുള്ള ജോബ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഫസ്റ്റ് റാങ്ക് അസൈൻ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് റാങ്ക് അസൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ജോബ് ചെയ്യാനായിട്ട് ഇന്ന ക്വാളിറ്റീസ് വേണം, അതിന് ഇത്ര സ്കില്ല് വേണം എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ജോബ് അനാലിസിസിലൂടെ ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ജോലി ചെയ്യാൻ ഇത്ര സ്കില്ല് വേണം, ഇത്ര നോളജ് വേണം, ഇന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇതാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലയോ എന്ന് നോക്കി അതിനകത്ത് നമുക്ക് റാങ്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കണം. പിന്നെ അതിനകത്ത് കീ ജോബ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് ഡിസ്ക്രിപ്ഷനിലൂടെ നോക്കുമ്പം ഏതാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ജോബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് അതിനെ റേറ്റ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് ആ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ജോബിന് ഫസ്റ്റ് റാങ്ക്, പിന്നത്തേന് സെക്കൻഡ് റാങ്ക്, അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യുക. അതാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മെത്തേഡ്സിനും അതിൻ്റെതായുള്ള അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സെക്കൻഡ് മെത്തേഡ് പറയുന്നത് ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് ജോബ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ ജോബ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡാണ്. ജോബ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ജോബിനെയും എന്താ പറയുക ഗ്രേഡ് ചെയ്യുക, ഒരേപോലെ സ്കില്ലും നോളജും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതിനെ ഒരു ഗ്രേഡിൽ പെടുത്തുക. അതേപോലെ ചില ജോബിന് വേറെ രീതിയിലായിരിക്കും, ചിലപ്പോൾ അതിന് മെൻ്റൽ എബിലിറ്റി ആയിരിക്കും കൂടുതൽ വേണ്ടത്, ചിലതിന് ഫിസിക്കൽ എബിലിറ്റി ആയിരിക്കും കൂടുതൽ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരേപോലെ ഫാക്ടേഴ്സ് വരുന്നതിനെയൊക്കെ നമ്മൾ ഒരു ഗ്രേഡിലാക്കുക. അങ്ങനെയാണ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്.
അപ്പം ഇതിനകത്ത് ആ ഒരു ഗ്രേഡിൽ വരുന്നതിനൊക്കെ ഒരേ ഗ്രേഡിൽ വരുന്നതിനൊക്കെ ഒരു വേജസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു സാലറി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ജോബും നോക്കുമ്പോൾ സ്കിൽഡ് ആണോ അൺസ്കിൽഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നത്, റേറ്റ് ഓഫ് വേജസ് തീരുമാനിക്കുന്നത്. ദെൻ അപ്പോൾ ഇവിടെയും നമ്മൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടാണ് അതിന് വേണ്ട ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ പോയിന്റ് മെത്തേഡും അതേപോലെ തന്നെ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡുമാണ്. അപ്പോൾ റാങ്കിങ് മെത്തേഡിൽ നമ്മൾ ഇതിന് വേണ്ടത് ഇന്നതൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി പരമായിട്ട് തീരുമാനിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ സ്കില്ല് വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു. അതേസമയം ക്വാണ്ടിറ്റേറ്റീവിൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന ഫാക്ടർ ഇത്ര വേണമെന്ന നമ്പറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ പോയിന്റ് മെത്തേഡും ഫാക്ടർ കമ്പാരിസൺ മെത്തേഡും പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പോയിന്റ് മെത്തേഡ് പറഞ്ഞു വെക്കുമ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനൊക്കെ പോയിന്റ് അസൈൻ ചെയ്തുകൊണ്ട് അതിനെ ടോട്ടൽ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയതിന് നമ്മൾ ഏറ്റവും വർത്ത്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് എന്ന് തീരുമാനിക്കുക. അതാണ് പോയിന്റ് മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് ഈ പോയിന്റ് മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെയും ആവശ്യം. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ജോബ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കും. അതേപോലെ തന്നെ ഫാക്ടേഴ്സിന് ഓരോന്നിനും നമ്മൾ പോയിന്റ് അലോട്ട് ചെയ്യും. ഇപ്പോൾ ഒരു സ്കില്ല് ആവശ്യമാണെങ്കിൽ സ്കില്ല് ചിലതിന് നോളജ് ആയിരിക്കും ആവശ്യം, ചിലതിന് എക്സ്പീരിയൻസ് ആയിരിക്കും ആവശ്യം. അപ്പോൾ നമ്മൾ സ്കില്ലിന് 10 പോയിന്റ്, നോളജിന് 8 പോയിന്റ്, അങ്ങനെ പോയിന്റ് ഓരോന്നിനും അലോട്ട് ചെയ്യും. ദെൻ ഈ ഫാക്ടേഴ്സിനനുസരിച്ച് നമ്മളതിനെ റേറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സിനും വരുന്ന പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും, ഓരോന്ന് ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ട് ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ഫാക്ടേഴ്സ് അനുസരിച്ച് ഇപ്പം നമ്മൾ പറയാണ് ഒരു ജോലി ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് വേണം, പിന്നെ നോളജ് വേണം. ഇത് അപ്പോൾ ഓരോന്നും പറഞ്ഞു. അതിന് ഓരോന്നിനും നമ്മൾ 10 പോയിന്റ് 8 പോയിന്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പോയിന്റും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഓരോ ജോബിൻ്റെയും അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പോയിന്റ്സ് എല്ലാം കൊടുത്ത് ആഡ് ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വരുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ ഏറ്റവും എന്താ പറയുക വർത്ത്ഫുൾ ആയിട്ടുള്ള ജോബ് എന്ന് തീരുമാനിക്കുക. അപ്പോൾ അതിനെ കീ ജോബായിട്ട് കൺസിഡർ ചെയ്യും. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത്. അങ്ങനെ ജോബ് തീരുമാനിക്കുകയാണ് പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് സ്കില്ല്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇനിഷ്യേറ്റീവ്, റെസ്പോൺസിബിലിറ്റി, മെൻ്റൽ, ഫിസിക്കൽ എഫേർട്ട്, വർക്കിംഗ് കണ്ടീഷൻ, ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. ദെൻ അടുത്തത് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡാണ്. ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത് റാങ്കിങ് മെത്തേഡിൻ്റെയും പോയിന്റ് മെത്തേഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റാങ്കിങ് മെത്തേഡ് കണ്ടു. അതിനകത്ത് പല ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും എന്താ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണ് അതിന് ഫസ്റ്റ് റാങ്ക് അസൈൻ ചെയ്യാണ് റാങ്കിങ് മെത്തേഡ് ചെയ്യുന്നത്. പോയിന്റ് മെത്തേഡിൽ ഫാക്ടേഴ്സിനനുസരിച്ച് ഫാക്ടേഴ്സിനൊക്കെ പോയിന്റ് കൊടുക്കും. ആ പോയിന്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വരുന്നതിന് ഏറ്റവും വർത്ത്ഫുൾ ആയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കീ ജോബ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ കീ ജോബ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ജോബ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പം നോക്കാം, അതിനകത്ത് ഒരു ജോബ് എടുത്തിട്ട് ആ ജോബിന് ആവശ്യമായുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യും. അത് വെച്ചിട്ട് കീ ജോബ് കണ്ടെത്തും. എന്നിട്ട് ആ കീ ജോബിന് നമ്മൾ ഒരു റേറ്റ് ഫിക്സ് ചെയ്യും. അപ്പോൾ എന്നിട്ട് ആ കീ ജോബ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റാങ്ക് ജോബ് ഫാക്ടേഴ്സ് അണ്ടർ ഈച്ച് കീ ജോബാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കീ ജോബിൻ്റെ കീഴിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണോ ഉള്ളത് ആ ഫാക്ടേഴ്സിനൊക്കെ ഏതാണോ നമ്മൾ ഓരോന്നും റാങ്ക് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഇന്ന ഫാക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇന്ന ഫാക്ടറാണ് ഈ കീ ജോബിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ അസൈൻ ചെയ്യും. എന്നിട്ട് ആ കീ ഫാക്ടേഴ്സ് വന്നിട്ടുള്ള ഓരോ ജോബും എടുത്തിട്ട് അതിനനുസരിച്ച് അതിൻ്റെ വർത്ത്നെസ് മെഷർ ചെയ്യുകയും അതിനനുസരിച്ച് ഓരോന്നിൻ്റെ പേയ്മെൻറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അലോക്കേറ്റ് ദ എക്സാക്ട് റേറ്റ് ഓഫ് ഈച്ച് കീ ജോബ് എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ ജോബ്. ഒരു ജോബിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണോ വരുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് ഓരോ കീ ജോബും എങ്ങനെയാണെന്ന് റേറ്റ് ചെയ്യും. എന്നിട്ട് ആ റേറ്റിനനുസരിച്ച് ഇപ്പോൾ കീ ജോബാണ് നമ്മളവിടെ മെയിനായിട്ടുള്ള എന്താ ചെയ്യുക ബാക്കിയുള്ളതിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. ഇപ്പം നമ്മൾ
കീ ജോബായിട്ട് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ പിന്നെ മാനേജർ പോസ്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്റിനെ കമ്പയർ ചെയ്തിട്ടാണ് ബാക്കി ജോബ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്രമാത്രം വർത്ത്ഫുൾ ആണെന്നുള്ളത് മെഷർ ചെയ്യാം. അപ്പോൾ കീ ജോബായിരിക്കും ഏറ്റവും വർത്ത്ഫുൾ ആയിട്ടുള്ള ജോബ്. അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് കീ ജോബ് കണക്കാക്കി ആ കീ ജോബിനനുസരിച്ചാണ് ബാക്കിയുള്ള ജോബ്സിൻ്റെ ഫാക്ടേഴ്സും അതിനുള്ള ഇമ്പോർട്ടൻസും നമ്മൾ കണക്കാക്കുന്നത്. ദെൻ അപ്പോൾ അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും പേയ്മെൻറ്റ് എത്രയാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്യും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക 4 മെത്തേഡ്സ്, അതായത് ക്വാണ്ടിറ്റേറ്റീവിലുള്ള മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ക്വാളിറ്റേറ്റീവിൽ റാങ്കിങ് മെത്തേഡും ജോബ് ഗ്രേഡിംഗ് ജോബ് ക്ലാസിഫിക്കേഷനും, പിന്നെ ക്വാണ്ടിറ്റേറ്റീവിൽ പോയിന്റ് മെത്തേഡും ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. അപ്പോൾ ഫാക്ടർ കമ്പാരിസണിൽ നമ്മൾ ഓരോന്നും ഫാക്ടേഴ്സ് കമ്പയർ ചെയ്തുകൊണ്ട് കീ ജോബ്സ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് പറയുന്നത് ഇത് നമുക്ക് എളുപ്പമായിട്ട് എന്താ പറയുക ഒരു വേജ് സ്ട്രക്ചർ കണക്കാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓരോ ജോബിനും കൊടുക്കേണ്ട പേയ്മെൻറ്റ് എത്രയാണെന്ന് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. വേജ് സ്ട്രക്ചർ കൃത്യമായിരിക്കും. ടെക്നോളജി ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എത്ര വേജസ് കൂട്ടി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കാൻ എളുപ്പമാണ്. ബോണസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എളുപ്പമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ആണ് തീരുമാനിക്കുന്ന ഒരു ജോബ് ചെയ്യാൻ സ്കിൽ ആവശ്യമാണോ നോളജ് ആവശ്യമാണോ എന്നൊക്കെ ഒരു വ്യക്തിയാണ് പറയുന്നത്. അപ്പോൾ അതൊരു ജഡ്ജ്മെൻറ്റ്, ഒരാളുടെ അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായം എനിക്കിഷ്ടമുള്ള ജോബിന് ഞാൻ കൂടുതൽ വർത്ത്ഫുള്ളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ഇന്ന ഫാക്ടേഴ്സാണ് വേണ്ടതെന്നുള്ള അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അതെപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ എംപ്ലോയീസിന് നമ്മൾ ഇതിനകത്ത് എന്താ പറയുക എംപ്ലോയീസിന് ഓരോ ജോബും നമ്മൾ എത്രമാത്രം വർത്ത്ഫുൾ ആണ് എന്ന് കണക്കാക്കുന്നത് എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ആ ജോബ് കൂടുതൽ വർത്ത്ഫുൾ ആണ് എന്നൊക്കെ പറയാം. ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ദെൻ ഇൻഡിവിജ്വൽ മെറിറ്റ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ ജോബിൻ്റെ വർത്തിനനുസരിച്ച് പേയ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നു, പക്ഷെ അത് ചെയ്യുന്ന ആൾ എത്രമാത്രം കഴിവുള്ള ആളാണെന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഏറ്റവും വർത്ത് കുറവാണെന്ന് പറയുന്ന ജോബിന് നല്ല ക്വാളിറ്റി ഉള്ള ആളായിരിക്കും ചെയ്യുന്നത്. അയാൾ നല്ല സ്കിൽഡ് ആയിരിക്കും. അപ്പോൾ അയാളുടെ ആ സ്കിൽനെസ് അയാളുടെ മെറിറ്റ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ചസ് വരുത്തുന്നില്ല. അപ്പോൾ ഇൻഫ്ലെക്സിബിളായിട്ട് പോവുകയാണ്. ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻസീവ് ആണ്. പിന്നെ ലാർജ് കൺസേൺസിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ട്രേഡ് യൂണിയൻ്റെ കളക്റ്റീവ് ബാർഗെയിനിങ് പവറിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെയാണ്. പിന്നെ ഇതൊരു റിയലിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ്. പിന്നെ പോയിന്റ് മെത്തേഡും ഫാക്ടർ കമ്പാരിസൺ മെത്തേഡൊന്നും അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ട്രഡീഷണൽ മെത്തേഡിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒന്നാണിത്. അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ജോബ് ഇവാലുവേഷൻ. നമ്മളിത് കണ്ടത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പറഞ്ഞു, അതേപോലെ തന്നെ ജോബ് ഇവാലുവേഷൻ, ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്.